ആ പ്രൊഫഷൻസ് ഒക്കെ വിട്ട് RCM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് തുടങ്ങി. ഇന്ന് അതാണ് നമുക്ക് സൊസൈറ്റിയിൽ കാണുന്ന മാറ്റം. ഒരു ചെറിയ വീഡിയോ, അതിന് സൗണ്ട് വരുമോ? പ്ലേ ആവില്ല അല്ലേ? പ്ലേ ആവില്ല, ഇല്ല, അത് പ്ലേ ആവില്ല. ഇദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം പറയുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് നമ്മളെ ഇന്ത്യക്ക് വളരെ ആവശ്യമുള്ളതാണ്. ഡയറക്ട് സെല്ലിംഗിൽ കൂടി ധാരാളം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടറിനോ പ്രൈവറ്റ് സെക്ടറിനോ കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ തൊഴിലവസരം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് ആണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. നമുക്ക് വീഡിയോ കേട്ടിരുന്ന മനസ്സിലാക്കായിരുന്നു. അതേപോലെ ഇത് കേന്ദ്രമന്ത്രിയാണ് സ്മൃതി ഇറാനി. ഇവര് ഡൽഹിയിലുള്ള ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം അവരുടെ മോണിറ്ററിംഗ് അതോറിറ്റി വരുന്നതിനെ പറ്റി പ്രതിപാദിച്ചിരുന്ന സമയത്ത് അവർ പറഞ്ഞത് 8 ഡയറക്ട് സെല്ലിംഗ് കമ്പനികളാണ് ഇന്ത്യയിൽ ജെന്യുവിൻ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 8. ഇവരുടെ സ്പീച്ചിൽ അവർ RCM ബിസിനസിനെ പ്രതിപാദിക്കുന്നുണ്ട്. only 8 companies, 8 കമ്പനികൾ മാത്രമേ ജെന്യുവിൻ ആയിട്ട് ഇന്ത്യയിൽ നടക്കുന്നുള്ളൂ. ആ മറ്റ് 8 കമ്പനികളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം ഇതൊക്കെ കേട്ടു പറഞ്ഞു, അവരൊരു സൈഡ് പറഞ്ഞു, നമ്മൾ കേട്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ കാശ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ നമ്മളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. യെസ് ഓർ നോ? ഈ സമയം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പോയ സമയം, വാക്കും പോയ സമയവും കൈവിട്ട് പോയി കഴിഞ്ഞാൽ പോയി എന്നാ പറയാം. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മളുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സമയം അത് ജെന്യുവിൻ ആയിട്ടുള്ള കമ്പനിയുടെ കൂടെ അല്ല എന്നുണ്ടെങ്കിൽ അത് വലിയ വേസ്റ്റാണ്. ആണോ അല്ലയോ? നമ്മുടെ സമയം വളരെ വർത്ത്ഫുൾ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ നമ്മളിവിടെ ഭാഗ്യവാന്മാരാണ്. യു ആർ ഓൾ ലക്കി. ഇന്നിവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾ, ഇന്ന് ഫസ്റ്റ് ടൈം RCM മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവര്, ഓൾറെഡി RCM ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്ന ആളുകൾ, കുറച്ച് ചെറുതായിട്ട് ചെയ്യുന്ന ആളുകൾ, ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു ആർ ലക്കി ഇനഫ് അല്ലെങ്കിൽ ബ്ലസ്ഡ് ആണ് ടു ബി വിത്ത് വൺ ഓഫ് ദ ടോപ്പ് ജെന്യുവിൻ കമ്പനി ഓഫ് ഇന്ത്യ, RCM. ഇത് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ 2.5 ലക്ഷത്തോളം ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1, 2, 10, 1000 അല്ല നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾ. 2.5 ലക്ഷത്തോളം ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. 2.5 lakhs പ്ലസ്, 2.5 ലക്ഷത്തിലധികം നമ്മൾ കേൾക്കാത്ത പല കമ്പനികൾ. നമ്മൾ RCMന്റെ പ്ലാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന സമയത്ത് പറയും, സാർ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടല്ലോ, സാർ ഇങ്ങനെ ഒരു പേരുണ്ടല്ലോ, സാർ അങ്ങനെ ഒരു പേരുണ്ടല്ലോ. നമ്മൾ തന്നെ ബ്ലണ്ടർ അടിച്ചേക്കും, ഇങ്ങനത്തെ കമ്പനികൾ ഉണ്ടോ? നമ്മളെ കേരളത്തിൽ തന്നെ ഇന്ന് ഏതാണ്ട് 1500-2000 കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. ഇന്ത്യ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 2.5 ലക്ഷത്തോളം കമ്പനികളുണ്ട്. അതിനകത്ത് നമ്മളുടെ ഇന്ന് ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഗൈഡ് ലൈൻസും മറ്റ് മോണിറ്ററിംഗ് അതോറിറ്റി അതിനു വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റി ഇന്ത്യ മുഴുവനും സർവേ ചെയ്തപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് only 8 കമ്പനികൾ മാത്രമാണ് ഇന്ത്യയിൽ നിലനിൽക്കാൻ പോകുന്നത്. അതിനകത്ത് ഒന്ന് ഈസ് ഗോയിങ് ടു ബി RCM. അപ്പൊ നമ്മളെല്ലാം ബ്ലസ്ഡ് ആണ്. ആ ബ്ലെസ്സിങ് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിനകത്ത് ഇനിയും ആക്ഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. നമ്മൾ ഈ കമ്പനിയിൽ നിന്നും വേറൊരു കമ്പനിയിലേക്ക്, വേറൊരു കമ്പനിയിൽ നിന്നും വേറൊരു കമ്പനിയിലേക്ക് മാറി ചാഞ്ചാടി പോകുന്നു. എന്തുകൊണ്ട് വെച്ചാൽ RCM മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കുറച്ച് കാശ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ മൈൻഡ് ഫ്ലക്ച്വേറ്റഡ് ആയി, ഡിസ്ട്രാക്റ്റഡ് ആയി. അയ്യോ, ഇതിനകത്ത് ഇനി കാശ് വരില്ലേ? അപ്പോഴത്തേക്കും മറ്റ് കമ്പനികളിൽ, ഫ്രോഡ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വന്ന് അതിനെ യൂട്ടിലൈസ് ചെയ്യും, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും നമ്മളെ മൈൻഡിനെ. അവരതിനെ, കാരണം അവർക്ക് അവിടെ കാശടിക്കണം. അപ്പൊ ഇങ്ങനെ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് അതിന്റെ ആ വലയിൽ വീഴുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 20 വർഷമായിട്ട് RCMലാണ്. 20 long years. 20 long years ആയിട്ട് ഞങ്ങൾ RCMലാണ്. ഇതേപോലെ ഉള്ള പല കമ്പനികളും പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്. കാറ് തരാം, ഇത്ര കാശ് തരാം, ഇത്ര ഐഡികൾ തരാം, നിങ്ങളെ ഞങ്ങൾ കേരളത്തിന്റെ ഏറ്റവും ടോപ്പിൽ പ്ലേസ് ചെയ്യാം,
സൗത്ത് ഇന്ത്യയുടെ ടോപ്പിൽ പ്ലേസ് ചെയ്യാം. നമ്മൾ അങ്ങനെ അവര് തരുന്ന ഔദാര്യത്തിൽ ടോപ്പ് വാങ്ങുന്ന ആൾക്കാരല്ല. ഹലോ, മറ്റുള്ള കമ്പനികള് തരുന്ന ഔദാര്യത്തിലുള്ള ടോപ്പ് നമുക്ക് വേണ്ട. ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് ടോപ്പിൽ വരും. ഹലോ, അതാണ് വേണ്ടത്. അങ്ങനെ ഓഫറുകളും വാഗ്ദാനങ്ങളും തരുന്ന കമ്പനികളൊന്നും ഇന്നില്ല. അങ്ങനെ 2.5 ലക്ഷത്തോളം കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും സെലക്ടഡ് ഇലക്ടഡ് 8 കമ്പനികളിൽ ഒന്നാണ് ആർസി. അതിലാണ് നമ്മൾ ഓരോരുത്തരുള്ളത്. അപ്പൊ അതിന്റെ സിസ്റ്റം കണ്ണും പൂട്ടി നമുക്ക് കമ്പനി ഇൻസ്ട്രക്ട് ചെയ്യുന്ന അപ്ലയൻസ് സീനിയർ ലീഡേഴ്സ് ഇൻസ്ട്രക്ട് ചെയ്യുന്ന സിസ്റ്റം അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ദിവസം കോട്ടും ടൈയും ഒക്കെ ആയിട്ട് സ്റ്റേജിൽ വരാം. അത്രേ ഉള്ളൂ. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ 100% വരും. ബട്ട് യു ഹാവ് ടു ബ്ലൈൻഡ്ലി ഫോളോ ദ സിസ്റ്റം. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ വേണം നമ്മൾ കേൾക്കാൻ. അഡ്വൈസ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഞാൻ വരെ സച്ചിൻ തെണ്ടുൽക്കറിനെ അഡ്വൈസ് ചെയ്യാറുണ്ട്. ക്രിക്കറ്റിന്റെ മാച്ച് ഒക്കെ കണ്ടിട്ട്, വൺ ഡേ മാച്ച് കണ്ടിട്ട് അതിനായാലും ഡക്കൗട്ട് ആയാൽ പറയും, അയാൾ ആ ബാറ്റ് പിടിച്ചതിൽ എന്തോ ചെറിയ, എനിക്ക് ആ ബാറ്റ് തൂക്കാൻ പോലും അറിയില്ല. എത്ര ആളുകൾ ഇങ്ങനത്തെ വലിയ വലിയ സെലിബ്രിറ്റീസിനെ, വലിയ വലിയ ക്രിക്കറ്റേഴ്സിനെ, വലിയ വലിയ ഫുട്ബോളേഴ്സിനെ അഡ്വൈസ് ചെയ്യാറില്ലേ? ഇല്ലേ വിപിൻ? പൈലറ്റിന് ഒരു അഡ്വൈസ് ചെയ്യാം. നമ്മൾ ഫ്ലൈറ്റിലിരുന്ന് എയർക്രാഫ്റ്റ് ഒന്ന് കുലുങ്ങിയാ പറയും, ഏതാണ് മര്യാദ കൊണ്ട് ലാൻഡ് ചെയ്യാൻ അറിയില്ല, യൂസ്ലെസ് പൈലറ്റ് അല്ലേ? ആ വടികൾ നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഇട്ട് വിറയ്ക്കും. നമ്മൾ അഡ്വൈസ് ചെയ്യാൻ നമ്പർ 1 കാര്യം കയ്യിലേക്ക് വരുമ്പോഴാണ് സംഗതി മാറിപ്പോവുക. ഒരിക്കലും ഒരു സിംഹത്തിന്റെ കല്യാണം നടക്കുക ഒരു സ്ഥലത്ത്. സിംഹത്തിന്റെ കല്യാണം നടക്കുകയാണ്. അപ്പോ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും വിളിച്ചു കൂട്ടി. അപ്പൊ എല്ലാ മൃഗങ്ങളും കല്യാണത്തിന് വന്നു. കല്യാണത്തിന് എല്ലാവരും കൂടി നിൽക്കുന്നു. ആർക്കും സ്റ്റേജ്, നമ്മൾ കല്യാണത്തിന് ഒരു ചടങ്ങുണ്ടല്ലോ, വരനും അതും സ്റ്റേജ് വെക്കും. അങ്ങനെ പോയിട്ട് ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ, അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആർക്കും പോകാൻ ധൈര്യമില്ല. അപ്പൊ എല്ലാരും ഇങ്ങനെ താഴെ ഇങ്ങനെ മടിച്ചു ഒരു പൂച്ച കയറി വന്നു. ഒരു പൂച്ച കയറി വന്നിട്ട് ആരാംശം വന്നു, ഫോട്ടോ ഒക്കെ എടുത്ത് മൂപ്പര് താഴെ ഇറങ്ങിപ്പോയി. മറ്റു മൃഗങ്ങളൊക്കെ വന്നിട്ട് ചോദിച്ചു, അല്ല ബൈ, നിനക്കെങ്ങനെ ധൈര്യം? ഞങ്ങൾ പോലും അതിന്റെ മേലെ മുന്നിൽ പോകാറില്ല. പറഞ്ഞു, ഞാനും ഒരു കാലത്ത് സിംഹമായിരുന്നു, കല്യാണം കഴിച്ച് പൂച്ചയായി പോയതാ. അല്ലേ? കല്യാണം കഴിച്ച് പൂച്ചയായി പോയതാ. ഇപ്പൊ സ്വന്തമായിട്ട് എനിക്ക് പേഴ്സ് പോലും എനിക്ക് വെക്കാൻ പറ്റില്ല, അതുവരെ അടിച്ചു മാറ്റും. പല ആളുകളും ആർസിഎമ്മിലേക്ക് വരുന്നത് സിംഹത്തിനെ പോലെ. ഞാൻ ആർസിഎം നമുക്ക് ലെഫ്റ്റ് കയ്യിൽ എത്ര കമ്പനികൾ ഇതേപോലെ നമ്മൾ പെരുമാറി കഴിഞ്ഞു. ഇവനെയൊന്നും പുല്ലിട്ട് നോക്കി കാണാനില്ല, എവിടെയാ പോയെന്ന്. വരുമ്പം വലിയ പെടച്ചിൽ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ആളുകളൊക്കെ അങ്ങോട്ട് പിടിച്ച് ചേർത്ത് 4 മീറ്റിങ്ങിലൊക്കെ വന്ന് കുറച്ച് ബഹളം ഉണ്ടാക്കി, പിന്നെ കാണൂല. പിന്നെ പൂച്ചയായിട്ട് എവിടെയോ വന്നപ്പം എന്തുപോലെയായിരുന്നു? കുഞ്ചൻ നമ്പ്യാർ പാടിയൊരു പാട്ടുണ്ടല്ലോ, പുലിയെ പോലെ നനച്ചവൻ, പുലിയെ പോലെ നനച്ചവൻ ഒരു ദിനം എലിയെ പോലെ വരുന്നത് കാണാം. ഈ പുലിയെ പോലെ നമ്മൾ നനച്ച ആൾക്കാരൊക്കെ എലിനെ പോലെ എവിടെയൊക്കെ ഒതുങ്ങിക്കൂടി കൂട്ടിലൊക്കെ ഇരിക്കുക. അവരെല്ലാം പുലികൾ തന്നെയാണ്. പക്ഷെ അവർക്ക് അവരവരുടെ വിലയും വാല്യൂവും ശക്തിയും മനസ്സിലാക്കാത്തതുകൊണ്ട് എവിടെയൊക്കെയോ ഒടുങ്ങിക്കൂടി അവർ എലിയെ പോലെ ജീവിച്ചു പോവാ. കിട്ടുന്ന കുറച്ച് കാശും കിട്ടുന്ന കുറച്ച് അവസരങ്ങളും ഒക്കെ അങ്ങനെ അവരങ്ങനെ തട്ടിമുട്ടി പോകുന്നു. ഇവിടെ ഒരു വലിയ ഒരു അവസരം ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സിംഹത്തിനെ പോലെ അല്ലെങ്കിൽ വലിയൊരു രാജകീയമായ പദവി ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇതിലേക്ക് വരാൻ പറ്റാത്തത്. നമ്മളിവിടെ ആർസിഎമ്മിൽ ചെയ്യേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. എന്താ ചെയ്യണ്ടേ? യൂസ് ദ പ്രോഡക്റ്റ് ആൻഡ് പ്രൊമോട്ട് ദ പ്രോഡക്റ്റ്. ഇവിടെ ഞാനൊരു കാര്യം എഴുതിയിട്ടില്ല, സെൽ ദ പ്രോഡക്ട്സ് എഴുതിയിട്ടില്ല. എന്താ എഴുതിയിരിക്കുന്നത്? പ്രൊമോട്ട് ദ പ്രോഡക്ട്സ്. നമ്മൾ ആർസിഎം അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യും. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന എല്ലാ ആർസിഎമ്മിന്റെ പ്രോഡക്റ്റുകളാണ്. എവറിത്തിങ് ഈസ് ആർസിഎം. ബാഗ്, പെന്ന്, ബുക്ക്, പെൻസിൽ, എവറിത്തിങ്. നമുക്ക് ടോയ്ലറ്റ് ക്ലീനർ, ചായപ്പൊടി തൊട്ടിട്ട് എല്ലാം ആർസിഎമ്മിൽ കിട്ടും. യൂസിങ് ദ പ്രോഡക്റ്റ് ഇസ് ഓക്കെ. യൂസ് ചെയ്യാൻ പറ്റുമോ? എളുപ്പമാണോ?
ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ അത്. യൂസിങ് ദ പ്രോഡക്റ്റ് ഈസ് ദ മോസ്റ്റ് ടഫസ്റ്റ് ജോബ് ഇൻ